ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഇന്ത്യ രാജ്യത്തിൻ്റെ ക്യാൻസറാണ്, അവരുടെ ഹൃദയത്തിലെ ക്യാൻസറാണ് എന്ന് എഴുതി വെച്ചുകൊണ്ട് RSS എന്ന് പറയുന്ന ഹിന്ദുത്വ തീവ്രവാദ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയത് സ്വാതന്ത്ര്യത്തിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ? അതെന്തിനായിരുന്നു? അപ്പോൾ ആ ഭീകര പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിലും മറ്റ് മതേതര പ്രസ്ഥാനങ്ങളിലുമൊക്കെ പത്യമടക്കി കഴിഞ്ഞുകൂടി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ. ഏത് ഹിന്ദു രാജ്യം? ഹിന്ദു രാജ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സ്നേഹമുള്ള വാക്കാണ്. ഹിന്ദു രാജ്യം ആകുന്നതുകൊണ്ട് നമുക്കൊരു പരാതിയില്ലല്ലോ. ഹിന്ദു ആകുന്നതിൽ, ഹിന്ദു രാജ്യമാകുന്നതിലും നമുക്കൊരു സങ്കടമുള്ള കൂട്ടരല്ല നമ്മൾ. കാരണം ഗാന്ധിജി ഹിന്ദു ആയിരുന്നു, ആസാദ് മുസ്ലിം ആയിരുന്നു, നെഹ്റു ഹിന്ദു ആയിരുന്നു, ജന്മം കൊണ്ടെങ്കിലും ഹിന്ദു ആയിരുന്നു. അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലി മുസ്ലിം ആയിരുന്നു. ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു നൊസ്റ്റാൾജിയാണ്, നമുക്കതൊരു ഗ്രഹാതുരത്വമാണ്. അവരുടെ ആ കൂട്ടായ്മ നമ്മെ എപ്പോഴും കോരിധരിപ്പിക്കുന്നതാണ്. പക്ഷേ അതല്ല ഇവിടെ സംഭവിച്ചത്. ഒരു ഹിന്ദു രാജ്യം, സവർണ രാജ്യം. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ലോകത്ത് ജീവിക്കുന്ന, ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇഷ്ടമുള്ളത് വിശ്വസിക്കാൻ എല്ലാ രാജ്യവും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എവിടെയാണതില്ലാത്തത്? സൗദി അറേബ്യയിലുണ്ട്, എല്ലാ മതക്കാർക്കും ഇഷ്ടമുള്ളത് വിശ്വസിക്കാം. വത്തിക്കാനിലുണ്ട്, എല്ലാ മതക്കാർക്കും ഇഷ്ടമുള്ളത് വിശ്വസിക്കാം. പക്ഷേ ഇന്ത്യയിൽ എല്ലാ മതക്കാർക്കും ഇഷ്ടമുള്ളത് വിശ്വസിക്കാൻ പാടില്ല. ബോലോ ജയ് ശ്രീരാം, ജയ് ശ്രീരാം എന്ന് പറയുക, പറഞ്ഞില്ലെങ്കിൽ തല്ലിക്കൊല്ലുന്നു. ഇഷ്ടമുള്ളവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ലോകത്തെ ഒരേ ഒരു രാജ്യം ഇന്ത്യയായി മാറുന്നു. ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ് ലോകത്തെവിടെയും സ്വാതന്ത്ര്യമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. ലോകത്തിന് ഏറ്റവും പ്രിയങ്കരമായ ഭക്ഷണമാണ് ബീഫ്. ഇന്ത്യ കഴിക്കാൻ പാടില്ല, ബീഫ് കഴിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഇന്ത്യ സ്വതന്ത്ര രാജ്യമല്ല, അതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അണിയറയിൽ അരങ്ങേറ്റിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ ചെറുക്കാൻ ഇന്ത്യയിലെ മതേതര കക്ഷികളുണ്ടെന്നുള്ള പ്രത്യാശയിലായിരുന്നു നാം സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്നു എന്ന് നാം അഭിമാനിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ പ്രത്യാശകൾ അസ്ഥാനത്താവുകയാണ്. കാരണം സെക്യുലർ കക്ഷികൾ 100 പേർ വോട്ട് ചെയ്യുന്നിടത്ത് പഞ്ചകോണ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സെക്യുലർ കക്ഷികൾ 21 വോട്ട് BJPക്ക്, 19 വോട്ട് മായാവതിക്ക്, 20 വോട്ട് മുലായം സിംഗിന്, 20 വോട്ട് കോൺഗ്രസ്സിന്, 20 വോട്ട് ഇടതുപക്ഷത്തിന്, MP 21 വോട്ട് കിട്ടിയ BJP 21 വോട്ട് കിട്ടിയ. ആരെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്? ആരെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ നശിപ്പിക്കുന്നത് ഇന്ന്? അതുകൊണ്ടുകൂടിയാണ് സെക്യുലർ കക്ഷികൾ അവരുടെ ധർമ്മം നിർവഹിക്കുന്ന ഇന്ത്യയിൽ സ്വാതന്ത്ര്യം അനാവശ്യമായിരുന്നു എന്ന ചിന്ത പോലും അസ്ഥാനത്താണ്. പക്ഷേ 21 വോട്ടും 79 വോട്ടുമായി ഇന്ത്യയുടെ വോട്ടിംഗ് ശതമാനം മാറി നിൽക്കുമ്പോൾ 21 വോട്ടുകാരൻ MP ആയി ഇന്ത്യ ഭരിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നത് സെക്യുലർ ലിബറൽ മതേതര കക്ഷികളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അസ്ഥാനത്തായിരുന്നു, ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യ ഭരിക്കേണ്ടത് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു മനോഭാവത്തിലേക്ക് രാജ്യത്തെ ഇത് കൊണ്ടെത്തിക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം 1857 ശിപായി ലഹളയായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. വെറും മൗഢ്യമാണത്, മണ്ടത്തരമാണ്. 857 ബ്രിട്ടീഷുകാർ വന്നിട്ടൊരു നൂറ്റാണ്ടുകാലം ഇന്ത്യൻ ജനത അടങ്ങിയിരുന്നതാണ്? ഒരിക്കലുമല്ല. അന്നു മുതൽ ആരംഭിച്ച ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മഹാനായ പണ്ഡിത പ്രവരൻ, മുസ്നദുൽ ഹിന്ദ്, ഇന്ത്യ രാജ്യത്തിൻ്റെ ഹദീസ് പാരമ്പര്യത്തെ ഹിജാസിലെത്തിച്ച മഹാനായ പണ്ഡിതൻ, ഇന്ത്യ കണ്ട മുഴുവൻ പണ്ഡിതന്മാരുടെയും ഹദീസിൻ്റെ സനദ് ഹിജാസിലെത്തുന്നത്, പുണ്യ റസൂലിലേക്ക് എത്തുന്നത് ആ മഹാനുഭാവനിലൂടെയാണ്. ആ മഹാൻ ബ്രിട്ടീഷുകാർക്കെതിരുള്ള സമരത്തിന് അദ്ദേഹത്തിൻ്റെ സന്തതികളും അദ്ദേഹത്തിൻ്റെ കുടുംബവും നേതൃത്വം നൽകി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിരുന്ന ആ മഹാപണ്ഡിത നേതൃത്വം, മുസ്ലിം ലോകത്ത് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കിടയിൽ ഏറ്റവും ആദരണീയനും സ്വീകാര്യനുമായിരുന്ന പണ്ഡിതൻ സ്വാതന്ത്ര്യത്തിന്, സമരത്തിന് നേതൃത്വം നൽകി. ആരംഭിച്ച ആ പോരാട്ടങ്ങൾ സായുധമായി തന്നെ ബ്രിട്ടീഷ് സേനയെ പലയിടത്ത് വെച്ചും ഷാംലി പടക്കളത്തിൽ വെച്ചും ധാനാഭവനിലൊക്കെ വെച്ചുകൊണ്ട് നേരിട്ട് അവരോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. ചിലപ്പോഴൊക്കെ അവർ പരാജയപ്പെടുകയും പിന്നോട്ട് മാറുകയും ചെയ്തെങ്കിലും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം മടങ്ങിയെത്തി അവരെ അമ്പെ പരാജയപ്പെടുത്തുകയും അവസാനം അതിൻ്റെ പക തീർക്കാൻ വേണ്ടി ഇന്ത്യയിലെ മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാർ, 10,000-കണക്കിന് പണ്ഡിതന്മാരെ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ എത്രയാ 10,000-കണക്കിന് 15,000 പണ്ഡിതന്മാരെ
കഴുമരങ്ങളിൽ കെട്ടിത്തൂക്കിയെന്ന, തെരുവോരങ്ങളിലെ തലപ്പുകളിൽ 15,000-ഓളം പണ്ഡിതന്മാരുടെ മൃതദേഹങ്ങൾ തൂങ്ങിയാടിയെന്ന്. ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന 757-ലല്ല, അതിനു മുമ്പ് ശിപായി ലഹളയ്ക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ശിപായി ലഹളയ്ക്ക് മുമ്പ്. ഇതൊന്നും സ്വാതന്ത്ര്യത്തിൻ്റെ അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടില്ല. അതിനൊക്കെ കാരണങ്ങൾ, കൃത്യമായ കാരണങ്ങളുണ്ട്. ഇവിടെ ചരിത്രം എഴുതിയത് ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായ സവർണ തമ്പുരാക്കന്മാരും കൂടിച്ചേർന്ന് എഴുതിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രേഖകളിൽ ഇതൊന്നും കാണില്ല. അങ്ങനെ 757-ൽ ആരംഭിച്ച സ്വാതന്ത്ര്യ സമരം എന്ന് ഇവിടെ പറയപ്പെട്ടു. പക്ഷേ 757-ലല്ല സ്വാതന്ത്ര്യ സമരം തുടങ്ങിയതെന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്തോ ആകട്ടെ, അവിടെ നിന്നാരംഭിച്ച് 1947-ൽ ഒരു നൂറ്റാണ്ട് പിന്നിടുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ദശലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ ചോര നൽകിയത്? എന്തിനു വേണ്ടിയായിരുന്നു അവരവരുടെ ജീവൻ നൽകിയത്? എന്തിനു വേണ്ടിയായിരുന്നു അവരുടെ മഹാപണ്ഡിതന്മാർ, മുസ്ലിമീങ്ങളിലെ അതോടൊപ്പം തന്നെ ഹൈന്ദവരിലെ മഹാമുനിമാരും മഹാപണ്ഡിതന്മാരും കഴുമരങ്ങളിൽ ഏറ്റപ്പെട്ടത്? എന്തിനു വേണ്ടിയായിരുന്നു ഇന്ത്യ രാജ്യത്ത് വീരകേസരികൾ അവരുടെ വിരിമാറുകളിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിയത്? ബ്രിട്ടീഷുകാരൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്നൊരു കാരണമായിരുന്നു. അല്ലാതെ വേറെ കാരണം വല്ലതും ഉണ്ടോ? ബ്രിട്ടീഷുകാരൻ്റെ വെളുപ്പിനോടുള്ള വിരോധമല്ല, ബ്രിട്ടീഷുകാരൻ്റെ മതത്തോടുള്ള വിരോധമല്ല. ബ്രിട്ടീഷുകാരൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. സമരത്തിൻ്റെ പേര് തന്നെ എന്തെന്നാ? സ്വാതന്ത്ര്യ സമരം എന്നാ. അപ്പോൾ സ്വാതന്ത്ര്യ സമരം നടത്തിയാൽ കിട്ടേണ്ടതെന്താ? സ്വാതന്ത്ര്യമല്ലേ? ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 1947 സ്വാതന്ത്ര്യം നേടി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ ഏതാണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച് നമ്മളൊരു അരനൂറ്റാണ്ട് കാലം വലിയ പരിക്കുകളൊന്നുമില്ലാതെ കുഴപ്പമൊന്നുമില്ലാതെ പോയി എന്ന യാഥാർത്ഥ്യത്തെ നാം നിരാകരിക്കുന്നത് ശരിയല്ല. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യകാല സൂരികൾ, അതിൻ്റെ നേതാക്കന്മാർക്ക് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യൻ ജനത ഒന്നായി പൊരുതി നിന്ന ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഓർമ്മ മാത്രമല്ല, അതിനോട് കൂറും കടപ്പാടുമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തം ചിന്തിയ മുഴുവൻ ജനതയും ഒരുപോലെ സ്വാതന്ത്ര്യം അർഹിക്കുന്നു എന്നവർ വിചാരിച്ചു. ഗാന്ധിജിയും നെഹ്റുവും ആസാദും പട്ടേലും ഒക്കെ അടങ്ങുന്ന ആ മഹാനേതൃനിര, അവരെപ്പോലൊരു വ്യക്തിത്വത്തെ ഇന്ന് നമ്മുടെ രാജ്യം ഒത്തുകൊട്ടുക്കും മഷിയിട്ട് നോക്കിയാൽ കണ്ടെടുക്കാൻ കഴിയില്ല. ഇന്ത്യ രാജ്യത്തിന് ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ യശസ്സുയർത്തിയ മഹാപ്രതിഭകൾ. ഗാന്ധിജിയുടെ നാമം ഇന്നും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കീർത്തിതമാണ്. ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരു ചിന്തകൻ, ഒരു സോഷ്യലിസ്റ്റ്, ഭാവനാസമ്പന്നനായ ഒരു സാഹിത്യകാരൻ ലോകത്തുണ്ടായിരുന്നില്ല എന്ന് ലോകം തലകുലുക്കി സമ്മതിക്കും. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ നെടുനായകൻ. അതുപോലെ തന്നെ പട്ടേൽ ആദരണീയനായ നേതാവായിരുന്നു. പുറം ലോകത്തല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയെങ്കിലും ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അതുപോലെ തന്നെ മൗലാന അബുൽ കലാം ആസാദ്, അദ്ദേഹം മക്കയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ച, പള്ളിക്കൂടത്തിൽ ഒരു ദിവസം പോലും പോയിട്ടില്ലാത്ത, ഖുർആൻ പഠിച്ച മഹാപാണ്ഡിത്യത്തിൻ്റെ നെറുകയിലെത്തി പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ ആ മഹാപണ്ഡിതൻ, അദ്ദേഹത്തെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ യൂണിവേഴ്സിറ്റികൾ നിയന്ത്രിക്കുന്ന, ഇന്ത്യ രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക മേഖലകളെ നിയന്ത്രിക്കുന്ന, ഇന്ത്യ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും, വിശേഷിച്ച് മുസ്ലിം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക്, എല്ലാ ചിന്തകന്മാരും പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം ജനതയുടെ പങ്കാളിത്തത്തിന് തുല്യമായ ഒരു പങ്കാളിത്തം മറ്റാർക്കുമില്ല എന്ന്. ജനസംഖ്യാനുപാതികമായി ഈ രാജ്യത്ത് ബലി കൊടുത്ത ജീവനുകൾ പരിശോധിച്ചാൽ, പങ്കാളിത്തം പരിശോധിച്ചാൽ മുസ്ലിമീങ്ങളോടൊപ്പം മറ്റൊരു ജനതയും വരില്ല എന്ന് ഖുഷ്വന്ത് സിംഗിനെ പോലുള്ളവർ അടക്കമുള്ള വലിയ ചിന്തകന്മാർ, മാധ്യമപ്രവർത്തകർ ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്. അത്രയും വില കൊടുത്തു ഈ സമുദായം. അറിയാമല്ലോ, ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജിയും നെഹ്റുവും അവരാരാണ്? മഹാമേരുക്കളാണ്. ഹിമാലയ തുല്യമായ, പർവ്വത തുല്യമായ മഹാവ്യക്തിത്വങ്ങൾ ആണെന്ന് ചരിത്രം സമ്മതിക്കുമ്പോൾ
അവർ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മൗലാന മുഹമ്മദ് അലി ജൗഹർ എത്ര വട്ടമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? വട്ടമേശ സമ്മേളനത്തിൽ ജോർജ് അഞ്ചാമനെ അഭിസംബോധന ചെയ്യാൻ രോഗപീഠകൾക്കിടയിലും മൗലാന താങ്കളെപ്പോലെ പര്യാപ്തനായ മറ്റൊരാളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇംഗ്ലീഷുകാരൻ്റെ ഏറ്റവും വലിയ ആയുധം അവൻ്റെ ഭാഷയാണ്. ആ ആയുധത്തെ അതേ മൂർച്ചയിൽ അവൻ്റെ വാളിൻ്റെ വായ്ത്തലമടക്കാൻ പറ്റുന്ന ഭാഷാചാതുരി അങ്ങേക്ക് മാത്രമാണ്. താങ്കൾ രോഗിയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അങ്ങ് പോകണം വട്ടമേശ സമ്മേളനത്തിൽ ജോർജ് അഞ്ചാമനോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് മൗലാന മുഹമ്മദ് അലിയെ വട്ടമേശ സമ്മേളനത്തിൽ അയച്ചു. അവിടെ പോയി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗർജിച്ച് ചോര തുപ്പി മരിച്ചു ആ മഹാനുഭാവൻ. മുസ്ലിം ലോകത്തിൻ്റെ ആദരണീയമായ പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിൽ ഇന്ന് ആ മഹാനുഭാവൻ്റെ മൃതശരീരം മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്നും ആദരണീയമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ അവിടെ ലിഖിതം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ വിനീതൻ അവിടെ ചെന്ന് കാണാൻ ഭാഗ്യം ലഭിച്ചയാളാണ്. മൗലാന മുഹമ്മദ് അലി, അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലി തുടങ്ങിയുള്ള മഹാന്മാരായ മുസ്ലിം പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അവരോടൊപ്പം മൗലാന അബുൽ കലാം ആസാദ്, അതുപോലെ തന്നെ ദാറുൽ ദൈബന്ദ് എന്ന് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ മതവിദ്യാഭ്യാസ സ്ഥാപനം, ഇന്ത്യയിലെമ്പാടുമുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാർ മുഴുവൻ അവിടെ നിന്ന് ബിരുദം നേടിയവരാണ്. നമ്മുടെ കേരളത്തിലെ സുന്നി മേഖലയിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ഇന്ന് കേരളത്തിലെ രണ്ടായി പിരിഞ്ഞു നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനത്തിൻ്റെയും തലപ്പത്തുള്ള സുലൈമാൻ മുസ്ലിയാർ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രണ്ടുപേരും അൽ ഖാസിമികളാണ്, ദൈവബന്ധികളാണ്. പറഞ്ഞാൽ തീരാത്ത എല്ലാ ഈ വിനീതനടക്കം ഞങ്ങൾക്കൊക്കെ ആ ഭാഗ്യം ലഭിച്ചവരാണ്. ഇന്ത്യയിൽ ലോകം അംഗീകരിക്കുന്ന ഒരു പണ്ഡിത ബിരുദം അതാണ്. ആ ദാറുൽ ദൈബന്ദിൻ്റെ സ്ഥാപകൻ മൗലാന മഹ്മൂദുൽ ഹസൻ മൗലാന ഖാസിം നാനൂത്തവി, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലെ ഖാസിമി എന്ന ബിരുദം. ആ ഖാസിം നാനൂത്തവി റഹ്മഹുല്ല ബ്രിട്ടീഷുകാർക്കെതിരിൽ സ്വാതന്ത്ര്യം നടത്താൻ വേണ്ടിയിട്ട് വിദേശ ശക്തികളുമായി കൈകോർത്തുകൊണ്ട്, തുർക്കിയും മറ്റുമായി ചേർന്നുകൊണ്ട് അവരുമായി സംഭാഷണത്തിലേർപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരിൽ പൊരുതാൻ വേണ്ടി സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്തു. അവിടെ വെച്ച് ബ്രിട്ടീഷുകാരുടെ കയ്യിലെ കളിപ്പാവയായ ഷെരീഫ് ഹുസൈൻ ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഈജിപ്തിലേക്കും മാൾട്ടയിലും സെൻട്രൽ ജയിലിലും കൊണ്ടുപോയി 3 വർഷം പാർപ്പിച്ചു. ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക പാഠശാലയുടെ അതിൻ്റെ സ്ഥാപകനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഖാസിമി ബിരുദം. കേരളക്കരയിലടക്കം ഇന്ത്യയിലെല്ലാം ഏറ്റവും വലിയ പണ്ഡിതന്മാർ മുഴുവൻ ഖാസിമികളാണ്. അങ്ങനെയുള്ള ആ സ്ഥാപനത്തിൻ്റെ മേധാവി അടക്കം 3 വർഷം മാൾട്ടായിലെ സെൻട്രൽ ജയിലിൽ ബ്രിട്ടീഷുകാരുടെ പീഡനം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഇന്ത്യ സ്വാതന്ത്ര്യം നേടാൻ. അതുപോലെ തന്നെ മൗലാന ഹുസൈൻ അഹമ്മദ് മദനി, അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ആളുകൾ, മൗലാന മഹ്മൂദുൽ ഹസൻ ദൈബന്ദി റഹിമഹുല്ലയാണ് മാൾട്ടായിൽ, അതായത് 1ാമത്തെ വിദ്യാർത്ഥി, ദാറുൽ ദൈബന്ദിൻ്റെ ആദ്യത്തെ വിദ്യാർത്ഥി. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് പരിഗണിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഹിന്ദ്, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ആചാര്യൻ എന്ന അപരാഭിധാനത്താൽ അറിയപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള ആ മഹാനുഭാവന്മാർ ഗാന്ധിജിയോടൊത്തവിടെ മതമോ വർഗീയതയോ അവരെ നിയന്ത്രിച്ചിരുന്നില്ല. മതവും വർഗീയതയും അവരെ നിയന്ത്രിച്ചിരുന്നില്ല. അവർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടായിരുന്നില്ല. ആ നേതാക്കന്മാർക്കിടയിൽ മൗലാന ആസാദും ഗാന്ധിയും, അതുപോലെ തന്നെ നെഹ്റുവും മൗലാന മുഹമ്മദ് അലിയും പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ചു. അതുപോലെ തന്നെ പട്ടേൽ, ഇവരെല്ലാം കൈകോർത്ത് പിടിച്ചു. ഗാന്ധിജി, ഇവരെല്ലാം ചേർന്ന്. പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായി. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു. ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്ന് പൊരുതി ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുമെന്നായപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഒന്നായി ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന ഗൂഢപദ്ധതികൾ ആവിഷ്കരിച്ചു. ഒന്നായി ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന ഗൂഢപദ്ധതികളുടെ ഭാഗമായി ഇന്ത്യ 2ആയി പകുക്കപ്പെട്ടു. പാകിസ്ഥാൻ, ഇന്ത്യ എന്ന വിഭജനമുണ്ടായി. ആ വിഭജനം ഇന്ത്യ രാജ്യത്തൊരു മഹാദുരന്തമായി കലാശിച്ചു.
ആ വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം തലയിൽ വെച്ച് കെട്ടാനാണ് ചില ശക്തികൾ ശ്രമിച്ചു കാണുന്നത്. പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് കിട്ടിയില്ലേ, അതുകൊണ്ട് ഇനി ഇന്ത്യയിൽ അവർക്ക് സ്ഥാനമില്ല എന്ന തരത്തിലുള്ള മനോഭാവങ്ങൾ. ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യ മതേതര രാജ്യമായി തന്നെ നിലനിൽക്കണം. കാരണം വിഭജനം നടന്നെങ്കിലും ഇന്ത്യയിൽ വലിയൊരു ശതമാനം മുസ്ലിമീങ്ങൾ ജീവിക്കുന്നു. അവർ ഇന്ത്യ വിട്ടു പോകാൻ ആഗ്രഹിക്കാത്തവരാണ്. അങ്ങനെയുള്ള ആ ജനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇന്ത്യ എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മഹാരഥന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം ആ ആശയത്തിൽ ഒന്നിക്കുകയും ഇന്ത്യയെ മതേതര രാഷ്ട്രമായി പടുത്തുയർത്തുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതാണ്ട് 5 പതിറ്റാണ്ട് കാലത്തോളം ഇന്ത്യ രാജ്യത്തെ നിയന്ത്രിച്ചപ്പോൾ ഈ മതേതര ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണമാണ് അവർ കാഴ്ചവെച്ചത് എന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ വിഭജനത്തിൻ്റെ യഥാർത്ഥ വക്താക്കളായ ബ്രിട്ടീഷുകാർ അവരുമായി കൈകോർത്ത് പിടിച്ച ഇന്ത്യയിലെ സവർണ ഫാസിസം സ്വാതന്ത്ര്യ സമരക്കാലത്തെല്ലാം ബ്രിട്ടീഷുകാർക്ക് പാദസേവയായിരുന്നു അവരുടെ പണി. ബ്രിട്ടീഷുകാർക്ക് അവർ പാദസേവ ചെയ്തു. അവർ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി തീർക്കാനുള്ള വ്യഗ്രതയിൽ അവർ ആരംഭിച്ച പണികൾ നമുക്കറിയാം. ഇന്ത്യ രാജ്യത്ത് RSS എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ഭീകര പ്രസ്ഥാനം, ഹിന്ദുത്വ ഭീകര പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഇവിടെ പണി തുടങ്ങിയിരുന്നു. വിഭജനത്തിൻ്റെ പേരിലല്ല ഇന്ത്യ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയ ശക്തികൾ ഈ രാജ്യത്ത് കോലാഹലമുണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറയുകയാണ്. RSS എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. വിഭജനം നടന്നതിൻ്റെ പേരിലാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ രണ്ടാം കിടയായി കാണുന്നത്. വിഭജിച്ചതിൻ്റെ പേരിലാണ്, മുസ്ലിമീങ്ങൾ പാകിസ്ഥാൻ കൊണ്ടുപോയതിൻ്റെ പേരിലാണ് എന്ന് ചിലർ പറയാറുണ്ട്. അവർ മനസ്സിലാക്കാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഇന്ത്യ രാജ്യത്തിൻ്റെ ക്യാൻസറാണ്, അവരുടെ ഹൃദയത്തിലെ ക്യാൻസറാണ് എന്ന് എഴുതി വെച്ചുകൊണ്ട് RSS എന്ന് പറയുന്ന ഹിന്ദുത്വ തീവ്രവാദ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയത് സ്വാതന്ത്ര്യത്തിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ? അതെന്തിനായിരുന്നു? അപ്പോൾ ആ ഭീകര പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിലും മറ്റ് മതേതര പ്രസ്ഥാനങ്ങളിലുമൊക്കെ പത്യമടക്കി കഴിഞ്ഞുകൂടി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ. ഏത് ഹിന്ദു രാജ്യം? ഹിന്ദു രാജ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സ്നേഹമുള്ള വാക്കാണ്. ഹിന്ദു രാജ്യമാകുന്നതുകൊണ്ട് നമുക്കൊരു പരാതിയില്ലല്ലോ. ഹിന്ദു ആകുന്നതിൽ, ഹിന്ദു രാജ്യമാകുന്നതിലും നമുക്കൊരു സങ്കടമുള്ള കൂട്ടരല്ല നമ്മൾ. കാരണം ഗാന്ധിജി ഹിന്ദു ആയിരുന്നു, ആസാദ് മുസ്ലിം ആയിരുന്നു, നെഹ്റു ഹിന്ദു ആയിരുന്നു, ജന്മം കൊണ്ടെങ്കിലും ഹിന്ദു ആയിരുന്നു. അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലി മുസ്ലിം ആയിരുന്നു. ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു നൊസ്റ്റാൾജിയാണ്, നമുക്കതൊരു ഗ്രഹാതുരത്വമാണ്. അവരുടെ ആ കൂട്ടായ്മ നമ്മെ എപ്പോഴും കോരിധരിപ്പിക്കുന്നതാണ്. പക്ഷേ അതല്ല ഇവിടെ സംഭവിച്ചത്. ഒരു ഹിന്ദു രാജ്യം, സവർണ രാജ്യം. ആ പണിപ്പുരയിൽ അവർ ഈ പതിറ്റാണ്ടുകളിൽ നിരന്തരം പണിയെടുത്ത് വരികയായിരുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ. അങ്ങനെ അവരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കലിൻ്റെ നയം ബ്രിട്ടീഷുകാർ ഇട്ടേച്ചു പോയ, അവരിവിടെ നടപ്പാക്കിയ അതേ നയം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ ഹിന്ദുത്വ വർഗീയവാദികൾ ഇന്ത്യ രാജ്യത്ത് ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു 1-2 പതിറ്റാണ്ടുകൾക്കിടയിലുള്ള ഇന്ത്യ രാജ്യത്ത് അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിൽ എത്തിയതോടുകൂടി അതുവരെ നമ്മൾ ഇന്ത്യ രാജ്യത്ത് നേടിയെടുത്ത മഹനീയമായ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ചു വരികയായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യമായിരുന്നു വേണ്ടത്. ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പൊരുതിയത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി നേടിയ രാജ്യത്ത് സ്വാതന്ത്ര്യമല്ലാതെ വേറൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യമാണ് വേണ്ടത്. പക്ഷേ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി തന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സ്ഥിതി. നിങ്ങൾ എന്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി? ബ്രിട്ടീഷുകാരെ എന്തിനു ഓടിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തിന് നിങ്ങൾ ബ്രിട്ടീഷുകാരോട് പൊരുതി? ഈ അടുത്ത കാലത്തൊക്കെ പല സംവാദങ്ങളിലും വളരെ പച്ചയായി അവർ ചോദിക്കുന്നു, ബ്രിട്ടീഷുകാർക്കെതിരിൽ നിങ്ങൾ പൊരുതിയില്ലേ, നിങ്ങൾ തീവ്രവാദികളല്ലേ എന്ന്. ഹിന്ദുത്വ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ മതേതരത്വത്തിൻ്റെ പ്രതിനിധികളോട് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് ഇന്ത്യയെ ഒറ്റുകൊടുത്ത് ഒരിക്കലും സ്വാതന്ത്ര്യം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പാടില്ല, ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തു നിന്ന് പോകാൻ പാടില്ലെന്ന് വിചാരിച്ചവർ സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യം പിടിച്ചു വാങ്ങിയ നാളുകളിൽ ഒളിച്ചു നിൽക്കുകയും അവസാനം അവസരം കിട്ടിയപ്പോൾ
ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഏതൊരു സമൂഹമാണോ നേടിയെടുത്തത്, ആ സമൂഹം, ഇന്ത്യയിലെ ന്യൂനപക്ഷ മുസ്ലിം ജനവിഭാഗങ്ങൾ, അതുപോലെ തന്നെ മതേതര ഹിന്ദു ജനവിഭാഗങ്ങൾ, ദളിത് ജനവിഭാഗങ്ങളോട് ഈ രാജ്യത്ത് നിങ്ങൾക്കിനി സ്വാതന്ത്ര്യമില്ല എന്നവരോട് പറയുന്ന ദുരന്തത്തിലാണ് ഇന്നത്തെ സ്വാതന്ത്ര്യദിനം നമ്മൾ അനുഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ളത്. അവർക്ക് ഈ രാജ്യം തന്നെ വേണ്ടിയിരുന്നില്ല. രാജ്യവും സ്വാതന്ത്ര്യവും വേണ്ടിയിരുന്ന മറ്റവർക്ക് സ്വാതന്ത്ര്യമായിരുന്നല്ലോ. ബ്രിട്ടീഷുകാരുള്ളപ്പോഴായിരുന്നു അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം. അവിടെയാണ് നാം ഇന്ന് പറഞ്ഞ ചോദ്യം പ്രസക്തമാകുന്നത്. അതായത് സ്വാതന്ത്ര്യം ഒരനാവശ്യമായിരുന്നോ എന്ന ചിന്ത ഇന്ന് നമ്മുടെ രാജ്യനിവാസികളിൽ ശക്തമാക്കുന്നതിന് മാത്രമേ ഈ ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെ അധികാരാരോഹണം സഹായിച്ചിട്ടുള്ളൂ എന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇന്ത്യ രാജ്യത്തിൽ ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നു ഈ ദുഷ്ടന്മാർ. എന്തിനു വേണ്ടി? ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്നാഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിരുദ്ധ ശക്തികൾ, ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യവിരുദ്ധ മനോഭാവം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ശക്തികൾ. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ന് വെളുത്ത ബ്രിട്ടീഷുകാരനിൽ നിന്ന് കറുത്ത ഇന്ത്യക്കാരൻ്റെ നിഷ്ഠൂരമായ അടിച്ചമർത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പേരിൽ നാം ഇന്ന് ദുഃഖിക്കുന്നു എന്ന് പോലും ദൗർഭാഗ്യകരമായി പറയേണ്ട ഒരു സാഹചര്യത്തിലാണ്. ബ്രിട്ടീഷുകാരായിരുന്നുവെങ്കിൽ ഇത്രയും പോകുമായിരുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു നാളുകളിലാണ് നമുക്കിന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കേണ്ടി വരുന്നത്. വെറുതെ അല്ല പറയുന്നത്. ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ട് നെടുക പിളർക്കാൻ കഴിയാതിരുന്ന ഇന്ത്യൻ സമൂഹത്തെ രണ്ടായി പിളർത്തുന്നതിൽ പുതിയ ഭരണാധികാരികൾ വിജയിച്ചിരിക്കുകയല്ലേ. ഹിന്ദു എന്നും അതുപോലെ തന്നെ മുസ്ലിം എന്നും ഇന്ത്യൻ ജനതയെ ഇന്ന് രണ്ടായി ഏതാണ്ട് പിളർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് ആ വിഭാഗീയമായ മനോഭാവത്തിനും ചിന്താഗതികൾക്കും രാജ്യത്ത് ഇന്ന് വളർച്ച വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ തോറ്റയിടത്ത് ബ്രിട്ടീഷുകാരുടെ തന്ത്രം നടപ്പാക്കുന്നതിൽ ഇവിടുത്തെ ഹൈന്ദവ ഫാസിസ്റ്റുകൾ വിജയിച്ചിരിക്കുന്നു. അഥവാ നമ്മുടെ അധികാര കേന്ദ്രം വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയെ പിളർക്കാൻ ബ്രിട്ടീഷുകാർ തോറ്റുപോയി, പക്ഷേ ഇന്ത്യയെ പിളർക്കാൻ ഇന്ത്യൻ ഭരണാധികാരികൾ വിജയിക്കുന്നു. ഇവിടെ സ്വാതന്ത്ര്യം ഒരനാവശ്യമായിരുന്നോ എന്ന ചിന്ത വീണ്ടും ഉയരുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഇന്ത്യ രാജ്യത്തെ എൻ്റെ രാഷ്ട്രപിതാവിനെ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ ക്രിമിനലുകൾ ഗോഡ്സെ സ്വാതന്ത്ര്യ സമര പോരാളികളോടൊപ്പം ആദരിക്കപ്പെടുന്നു, അതിനേക്കാൾ ആദരിക്കപ്പെടുന്നു. നോക്കൂ, ഗോഡ്സെയെ വെച്ച് പൂജിക്കുന്ന ഒരു പെണ്ണ്, ദേശഭക്തനാണെന്ന് പറഞ്ഞവൾ, ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരുടെ പാർട്ടിയുടെ പ്രതിനിധിയായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് ലക്ഷക്കണക്കിന് വോട്ട് വാങ്ങിയിട്ട് പാർലമെൻറ്റിൽ കയറി പോകുന്നു. സ്വാതന്ത്ര്യം ഒരനാവശ്യമായിരുന്നോ? കാരണം ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ പോലും ബഹുമാനിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ അങ്ങേയറ്റം ആദരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന് ഒരു അനുമോദനം നൽകിയ കാര്യം വാർത്തകളിൽ നിറഞ്ഞതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ പോലും ആദരവോടുകൂടി കണ്ട ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സെയെ ആദരിക്കുന്ന വിഭാഗം ഇന്ന് ഇന്ത്യയിൽ അധികാരം വാഴുമ്പോൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഒരനാവശ്യമായിരുന്നോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. എന്തിനായിരുന്നു നാം സ്വാതന്ത്ര്യം നേടിയത് എന്ന ചിന്ത പ്രസക്തമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്ത് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യമായി. പക്ഷേ ഈ 2020 ഓഗസ്റ്റ് 5 ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരുള്ള കാലത്ത്, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത് ഇന്ത്യ രാജ്യത്തെ മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകമായി നിലകൊണ്ടിരുന്ന ബാബരി മസ്ജിദ് പച്ചയായി ക്രിമിനലുകൾ തകർത്ത് കളഞ്ഞു. ക്രിമിനലുകളാണ് തകർത്തത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ല, ഭരണകൂടം അനുവദിച്ചിട്ടല്ല, ക്രിമിനലുകൾ തകർത്തു. ആ ക്രിമിനലുകൾ ഇന്ന് ആദരിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യം ഒരനാവശ്യമായിരുന്നു എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് തോന്നിയാൽ അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അതോടൊപ്പം ഒരു കാര്യം ഓർക്കണം, ഈ ഭീകരന്മാരുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വരുമായിരുന്നുവെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകേണ്ടിയിരുന്നില്ല എന്ന് നാം ഒക്കെ ഇന്ന് ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ എന്നല്ല, നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ്സായി, കേരളീയ നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ നാരായണ ഗുരു പറഞ്ഞത് നമുക്ക് സ്വാതന്ത്ര്യം തന്നത് ബ്രിട്ടീഷുകാരാണെന്നാണ്. നമുക്ക് സ്വാതന്ത്ര്യം തന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോഴും നാം ചിന്തിക്കുകയാണ്
ഈ സ്വാതന്ത്ര്യം ഒരനാവശ്യമായിരുന്നുവോ? നമുക്ക് സ്വാതന്ത്ര്യം തന്നവൻ. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ആ ശ്രീരാമനും മറ്റുമായിരുന്നു ഇന്ന് ഭരിക്കുന്നതെങ്കിൽ ആ ശംഭുകൻ്റെ ഗതിയല്ലേ നമുക്ക് വരിക എന്നുകൂടി. ആരാണ്? ശ്രീനാരായണ ഗുരു. അതാ ഇപ്പോൾ ഭരിക്കുന്നത്. ശംഭുകൻ്റെ ഗതിയാണ് ദേശസ്നേഹികൾക്ക് ഇന്ന് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം ഒരനാവശ്യമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു ദുരവസ്ഥ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ഭയാനകമാണ്. പ്രിയപ്പെട്ടവരെ, ബാബരി വിധി ഫാസിസ്റ്റുകൾ അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് അണിയറയിൽ അരങ്ങേറ്റിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ ചെറുക്കാൻ ഇന്ത്യയിലെ മതേതര കക്ഷികളുണ്ടെന്നുള്ള പ്രത്യാശയിലായിരുന്നു നാം സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്നു എന്ന് നാം അഭിമാനിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ പ്രത്യാശകൾ അസ്ഥാനത്താവുകയാണ്. കാരണം സെക്യുലർ കക്ഷികൾ 100 പേർ വോട്ട് ചെയ്യുന്നിടത്ത് പഞ്ചകോണ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സെക്യുലർ കക്ഷികൾ 21 വോട്ട് BJPക്ക്, 19 വോട്ട് മായാവതിക്ക്, 20 വോട്ട് മുലായം സിംഗിന്, 20 വോട്ട് കോൺഗ്രസ്സിന്, 20 വോട്ട് ഇടതുപക്ഷത്തിന്, MP 21 വോട്ട് കിട്ടിയ BJP 21 വോട്ട് കിട്ടിയ. ആരെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത്? ആരെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ നശിപ്പിക്കുന്നത് ഇന്ന്? അതുകൊണ്ടുകൂടിയാണ് സെക്യുലർ കക്ഷികൾ അവരുടെ ധർമ്മം നിർവഹിക്കുന്ന ഇന്ത്യയിൽ സ്വാതന്ത്ര്യം അനാവശ്യമായിരുന്നു എന്ന ചിന്ത പോലും അസ്ഥാനത്താണ്. പക്ഷേ 21 വോട്ടും 79 വോട്ടുമായി ഇന്ത്യയുടെ വോട്ടിംഗ് ശതമാനം മാറി നിൽക്കുമ്പോൾ 21 വോട്ടുകാരൻ MP ആയി ഇന്ത്യ ഭരിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നത് സെക്യുലർ ലിബറൽ മതേതര കക്ഷികളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അസ്ഥാനത്തായിരുന്നു, ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യ ഭരിക്കേണ്ടത് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു മനോഭാവത്തിലേക്ക് രാജ്യത്തെ ഇത് കൊണ്ടെത്തിക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ലോകത്ത് ജീവിക്കുന്ന, ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇഷ്ടമുള്ളത് വിശ്വസിക്കാൻ എല്ലാ രാജ്യവും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എവിടെയാണതില്ലാത്തത്? സൗദി അറേബ്യയിലുണ്ട്, എല്ലാ മതക്കാർക്കും ഇഷ്ടമുള്ളത് വിശ്വസിക്കാം. പാകിസ്ഥാനിലുണ്ട്, എല്ലാ മതക്കാർക്കും ഇഷ്ടമുള്ളത് വിശ്വസിക്കാം. വത്തിക്കാനിലുണ്ട്, എല്ലാ മതക്കാർക്കും ഇഷ്ടമുള്ളത് വിശ്വസിക്കാം. പക്ഷേ ഇന്ത്യയിൽ എല്ലാ മതക്കാർക്കും ഇഷ്ടമുള്ളത് വിശ്വസിക്കാൻ പാടില്ല. ബോലോ ജയ് ശ്രീരാം, ജയ് ശ്രീരാം എന്ന് പറയുക, പറഞ്ഞില്ലെങ്കിൽ തല്ലിക്കൊല്ലുന്നു. ഇഷ്ടമുള്ളവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ലോകത്തെ ഒരേ ഒരു രാജ്യം ഇന്ത്യയായി മാറുന്നു. സ്വാതന്ത്ര്യം തീർച്ചയായും ഈ നിലയിലാണ് ഇന്ത്യ പോകുന്നതെങ്കിൽ ഒരു അനാവശ്യം തന്നെ ആയിരുന്നോ എന്ന ചോദ്യം മാറി ആയിരുന്നു എന്നിടത്തേക്ക് നാം എത്തുകയാണ്. ഇതിൽ പരം തീർച്ചയായും ബ്രിട്ടീഷുകാരായിരുന്നു നമുക്ക് ഭേദമെന്ന് പറയേണ്ടി വരും. ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ് ലോകത്തെവിടെയും സ്വാതന്ത്ര്യമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. ലോകത്തിന് ഏറ്റവും പ്രിയങ്കരമായ ഭക്ഷണമാണ് ബീഫ്. ഇന്ത്യ കഴിക്കാൻ പാടില്ല, ബീഫ് കഴിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഇന്ത്യ സ്വതന്ത്ര രാജ്യമല്ല, അതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് ഇന്ത്യയിലതാകാമായിരുന്നു. സ്വാതന്ത്ര്യം ഒരനാവശ്യമായിരുന്നു എന്ന് നമ്മുടെ ഭരണാധികാരികൾ നമ്മെ തോന്നിപ്പിക്കുന്നു. ലോകത്തേത് ജനങ്ങൾക്കും ജനിച്ച രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒരു പറ്റം മതഭ്രാന്തന്മാർക്ക്, ഗാന്ധിയെ കൊന്ന, ബാബരി മസ്ജിദ് പൊളിച്ച, കലാപങ്ങൾ നിരന്തരമായി നടത്തിയ ഹിന്ദുത്വ ഭീകരരല്ലാത്ത ആളുകൾക്ക് രാജ്യത്ത് പൗരത്വമില്ല എന്ന് പറയുന്നു. രാജ്യം എങ്ങനെയാണ് സ്വതന്ത്രമെന്ന് പറയാം? പൗരത്വ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ അവസരം തരണമേ എന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങളെ രാജ്യത്തുനിന്ന് ഓടിക്കരുതേ എന്ന് മാത്രം. ഞങ്ങളുടെ പൗരാവകാശങ്ങൾ എല്ലാവർക്കും എന്നതുപോലെ തരണേ എന്ന് ബ്രിട്ടീഷുകാരോട് ഇങ്ങനെ യാചിക്കേണ്ടി വന്നില്ല. അങ്ങനെ പറഞ്ഞവരെ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കാൻ തീരുമാനിച്ച ച്ചവർക്കെതിരിൽ പൊരുതി നിന്ന ഗർഭിണികളടക്കമുള്ളവർ, അതീവ വിദ്യാസമ്പന്നരായ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ, നേതാക്കന്മാർ ഇന്ന് തുറുങ്കിലാണ്. സ്വാതന്ത്ര്യം ഈ ഇന്ത്യയിൽ അനാവശ്യമായിരുന്നുവെന്ന് ചിന്തിക്കുന്നവരെ കുറ്റം പറയാൻ ആവില്ല. ഈ ഭരണാധികാരികൾക്ക് കീഴിൽ സ്വാതന്ത്ര്യം അനാവശ്യമായിരുന്നു. ദളിതർ പശുവിൻ്റെ തോലുരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പണിയാണ് ഈ ഹിന്ദുത്വ സവർണ ജാതിക്കാർ അവരെ ഏൽപ്പിച്ചത്. പക്ഷെ പശുവിൻ്റെ തോലുരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തല്ലിക്കൊന്നു. ഉത്തരേന്ത്യയിൽ എത്രയോ തല്ലിക്കൊന്നു. പ്രധാനമന്ത്രി മിണ്ടുന്നില്ല, മാസങ്ങളോളം മിണ്ടിയില്ല. കണ്ടതല്ലേ വാർത്ത? സ്വാതന്ത്ര്യമില്ല ഇന്ത്യയിൽ, അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം അനാവശ്യമായിരുന്നു എന്ന പുതുചിന്തയിലേക്ക് ലോകം വന്നാൽ, രാജ്യം വന്നാൽ അത് അപകടകരമായിരിക്കും. ആരാധനാലയങ്ങൾ, പള്ളികൾ നിർമ്മിക്കാനും അതിൽ പ്രാർത്ഥിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് അതില്ല. ബാബരി മസ്ജിദിൻ്റെത് നാം കണ്ടു. കാശിയും മധുരയും ഒക്കെ ഇപ്പോൾ ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ട് തേർവാഴ്ചയും താണ്ഡവ നൃത്തവും രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു.
ഇന്ത്യ രാജ്യം സ്വതന്ത്രമാണ് എന്ന് ആരുടെ മുഖത്ത് നോക്കിയാണ് നാം പറയുക ഇനി? അതുകൊണ്ട് വളരെ സങ്കടകരമായ ഈ ദുസ്ഥിതിക്ക് പരിഹാരമുണ്ടാകേണ്ടതുണ്ട്. സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള അഭിമാനബോധം ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഉണർത്തേണ്ടതുണ്ട്. ഫാസിസ്റ്റ് ശക്തികൾ അത് ചെയ്യില്ല, പക്ഷെ അത് ചെയ്യേണ്ടവർ ചെയ്യാത്തതിലാണ് ദുഃഖം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഇലക്ഷൻ വരുമ്പോൾ, സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഫാസിസ്റ്റ് ശക്തിക്കെതിരിൽ ഇപ്പുറത്ത് 4 സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായും ഫാസിസ്റ്റുകളായിരിക്കില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഘാതകന്മാർ. മതേതര കക്ഷികളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അന്തകന്മാർ എന്ന് ഇന്ത്യ രാജ്യം തിരിച്ചറിയും. ഇന്നുവരെ ഇന്ത്യയിലെ മുസ്ലിം ആദി ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചു പറിച്ച് ഇന്ത്യയെ ഇന്ത്യയാക്കി തീർത്ത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി വാങ്ങിക്കൊടുത്ത ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ, ആ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഇന്ന് നിരാശയിലാണ്. അവരുടെ നിരാശയെ പ്രത്യാശയാക്കി തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യയിലെ മതേതര കക്ഷികൾക്ക് കഴിയുമാറാകട്ടെ എന്ന പ്രത്യാശ, എന്ന പ്രാർത്ഥന, എന്ന അഭ്യർത്ഥന ആണ് യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുമ്പിൽ ഉന്നയിക്കാനുള്ളത്. അതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ എന്ന് പാടിയ മഹാകവേ മാപ്പ് എന്ന് പറയാൻ ഈ നിമിഷം തോന്നിപ്പോവുകയാണ്. ഭാരതമെന്ന പേർ കേട്ട് അഭിമാനപൂരിതമായിരുന്ന അന്തരംഗം ഇന്ന് അഭിമാനം കൊണ്ട് തലചായ്ക്കുകയാണ് ഈ ഭാരതത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ എന്ന് ദൗർഭാഗ്യകരമെന്ന് പറയേണ്ടി വരുന്ന ആ ദുഃഖം പങ്കുവെച്ചുകൊണ്ട്, എങ്കിലും പ്രത്യാശകളുടെ കൈത്തിരികൾ അണയുകയില്ല എന്ന പ്രതീക്ഷകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഐക്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സഹകരണത്തിൻ്റെ, മത സൗഹാർദ്ദത്തിൻ്റെ, മനുഷ്യ സ്നേഹത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഹൃദ്യമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിനീതൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു.